ഹലോ ഫ്രണ്ട്സ്, ഞാനും ആദവും കൂടെ ഉച്ചയ്ക്ക് ആദവ് ക്ലാസ് കഴിഞ്ഞ് വന്നു. ഞങ്ങൾ എന്താളും കൂടെ ഇങ്ങനെ പുറത്തേക്ക് കടയിലേക്ക് പോവാണ് കേട്ടോ. ആദവിന് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു സാധനം കണ്ടത്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു മരത്തിൽ നിറയെ പൂവായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായി ഉണ്ടായിട്ട്. അപ്പം ഈ പൂവ് മുഴുവനും താഴെ വീണു. ഇത് ചെറി ബ്ലോസം എന്നാണെന്ന് തോന്നുന്നു പറയാം. അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് പിങ്ക് ആയിട്ടാണ് ഇതിൻ്റെ പൂ വരുന്നത്. ഈ മരത്തിൽ നിറയെ ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇപ്പോൾ ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും ഈ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഒരു പൂവ്. ഒരുപാടുണ്ടാവും, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷെ ഒരു 4-5 ദിവസത്തേക്കൊക്കെ നിൽക്കുള്ളൂ. അതിനുള്ളിൽ തന്നെ അത് പൂ മുഴുവനും താഴെ വീണു പോകും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. എണീറ്റ് പോടുന്നു. ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ റെസിഡൻഷ്യൽ ഏരിയകളാണ് കേട്ടോ. ഇതേപോലെ എങ്ങോട്ടേക്ക് പോയാലും അതേപോലെ തന്നെ ഫുള്ളിങ്ങനെ വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ നമുക്ക് വേറെ സാധനം കാണിച്ചു തരാം. ഈ ഒരു മാവ് കണ്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. ഇതിലിപ്പം നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കുറേ. അപ്പം അത് മുഴുവനും ആരോ ഓടിച്ചിട്ട് പോയി. ചെറിയ കുട്ടികൾ ആരോ കഴിച്ചിട്ട് പോയി തോന്നുന്നു എടുത്തിട്ട്. ഇങ്ങോട്ടേക്ക് ഈ ഏരിയകളൊക്കെ അതുപോലെ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയകളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീടുള്ള പുതിയ ഏരിയ ആണിത്. മുമ്പത്തെ വീടിൻ്റെ ഏരിയ ഒക്കെ ഞാൻ കുറേ എണ്ണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പുതിയ ഏരിയ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്കും ഉണ്ട്. ഇതേപോലെ കുറേ ചെറിയ ചെറിയ ക്രോസ് റോഡുകളാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഫുൾ ഇങ്ങനെ വീടുകളായിട്ടുള്ളതാണ്.